ഹലോ ഗൈസ്, നമ്മളിന്ന് മൈൻക്രാഫ്റ്റ് കളിക്കുകയാണ്. ഞാൻ നല്ലൊരു സ്ഥലത്താണ് സ്പോണായത് തന്നെ. അപ്പം ഇതാണ് ഞാൻ സ്പോണായ സ്ഥലം. നല്ലൊരു വില്ലേജ്, നല്ല ശാന്തമായ വില്ലേജ്. നമുക്ക് ഇത്ര നല്ല വില്ലേജാണെന്നില്ലേ. ഈ സീഡ് ഒരു അടിപൊളി സീഡ് തന്നെ. പക്ഷേ സീഡിൻ്റെ എത്ര നമുക്ക് നല്ല ഭാഗ്യമുണ്ടല്ലോ ഗൈസ്. നല്ല അടിപൊളി വില്ലേജ്. മറ്റേ ഇതില്ലേ ഗൈസ്, എന്തെന്നറിയോ? ചെയ്ത് അതിൻ്റെ പേരൊക്കെ മറന്നുപോയി. ഒരു ചെസ്റ്റും ലാബിയൊക്കെ ഉണ്ടാവുന്ന ഇതില്ലേ, അതില്ല. നമുക്ക് അവിടെ ഇട്ടത് അവർ ഇത് കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഈ സീഡ് ഞാൻ മുന്നേ കളിച്ച പോലെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണല്ലോ മൈൻക്രാഫ്റ്റ് വീഡിയോ ഇടുന്നത്. ഗൈസ്, ഞാനത് അവിടെ എത്തിയിട്ടുണ്ട്. അച്ഛൻ്റെ കാണിച്ചിട്ടുണ്ട്. അപ്പം ജസ്റ്റ് തുടക്കത്തനായാണ്. വുഡ് പോലും പൊടിച്ചില്ല. 2 ഒബ്സിഡിയൻ ഉണ്ട്. അത് നോട്ടെ, ഇതെന്തിനാ? അത് ഡെക്കറേഷന് യൂസ് ആകും. ഗോൾഡ് ഇരുന്നോട്ടെ, ഗോൾഡിനോട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. പിന്നീട് കുറച്ച് ഗോൾഡ് ഇരിക്കുന്നുണ്ട്, വേർത്തില്ല. അയ്യോ, ഇത് പിന്നെ ഞാൻ പറഞ്ഞൊക്കെ റിയലല്ല, ഫേക്കാണ്. പക്ഷെ അപ്ഡേറ്റ് ഒക്കെ ഉണ്ട്. ഷുഗർ കെയിനൊക്കെ നമുക്ക് ആവശ്യം വരുമായിരിക്കും. നമുക്ക് ഇത്ര പെട്ടെന്ന് കുറച്ച് വുഡ് പൊട്ടിച്ചാൽ വില്ലേജ് തകർക്കണ്ട. വില്ലേജിന് ചെസ്റ്റൊക്കെ ഉണ്ടാവില്ല ഗീസ്. വില്ലേജിന് നല്ല കാര്യമാണ്. ഈ സീഡ് ഞാൻ മുന്നേ കളിച്ചിട്ടില്ലതാ ഗീസ്. ചെറിയ സീഡ് ഞാൻ മുന്നേ കളിച്ചാണ്. പിന്നെ നമുക്കില്ല ഭാഗ്യത്താരുടെ വില്ലേജറെ പോയ പട്ടിനെടുക്കാനുള്ള സാധനമൊക്കെ വീഴുന്നു. പിന്നെ ഇത് ഫുള്ള് പൊട്ടിച്ചെടുക്കാം. ഒരു മിനിറ്റ് കേട്ടോ ഗീസ്. അതൊന്നുമില്ല. ആരോ ഒരാൾ വിളിച്ചതാണ്, മുത്ത്. നമുക്ക് ഇവിടുത്തെ എല്ലാ വില്ലേജറിനും പാട്ട് നടത്താം. അയ്യോ, ഹാങ് അതാനായി. ഇപ്പം 15 മതി. വെറുതെ എത്തന അത് ഫുള്ള് കൊണ്ട് കളയണേ. നമുക്ക് ഇനി ലെറ്റ്സ് മേക്ക് വുഡ്. അയൺകുളം ചേട്ടനുണ്ട്. ചേട്ടാ, അവിടെ ഞാൻ ഫുള്ള് പൊട്ടിച്ചിട്ടല്ലോ. പാവമുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വീടുണ്ടാക്കാം. അവിടെ നല്ല ക്യാപ്പൊക്കെ ഉണ്ട്. വുഡ് ഈ സീഡ് ഒരു അടിപൊളി സീഡ് തന്നെയായിരുന്നു. തുടക്കത്തിൽ തന്നെ ഒരു കിണ്ണൻ കേവ് കിട്ടി. അവിടെ കുറച്ച് അയണൊക്കെ. പിന്നെ അവിടുത്തെ അയൺകുളത്തിന് കൊല്ലാൻ നല്ല സീഡ് കേസ്. നല്ല ഇഷ്ടപ്പെട്ടു. ഈ സീഡ് ഇഷ്ടപ്പെട്ടു. ഈ സീഡ് ഞാൻ ഓർമ്മിച്ചേക്കണം. അഥവാ എന്തെങ്കിലും ടെസ്റ്റൊക്കെ ചെയ്യാനാണെങ്കിൽ ഇവിടേക്ക് വന്നാൽ മതി. നല്ല ക്യാപ്പും സ്ഥലമൊക്കെ ഉണ്ട്. വെറുതെ ഇതാണ്. അപ്പോൾ ഗൈസ്, മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞു നോക്കും. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ, പിന്നെ കുറച്ച് സ്റ്റിക്ക്, പിന്നെ നമുക്ക് ഒരു പിക്കാക്സ് വേണം. നമുക്ക് ഇത്രയും പെട്ടെന്ന് ആ കേവൊക്കെ ഇറങ്ങല്ലോ. ഞാൻ നേരെ പോയി അയൺകുളത്തിനൊന്ന് ഒരു വടിയൊക്കെ ഇട്ട് വരാം. അയൺകുളം. അയ്യോ, തല്ലുക പായ. അയ്യോ, ഞാൻ തല്ലി പോയ. അയ്യോ ഗൈസ്, അയൺകുളത്ത് ആ മൂട്ടിൽ വരുത്തി. അല്ല, ഞാൻ തന്നെ അയൺകുളത്തിന് തല്ലി അയൺകുളം മൂട്ടിലിരുന്നു. ഇനി നമുക്കിവിടെ ഒരു 1 2 3. അയ്യോ, എത്ര സംഭവിക്കണേ ഗൈസ്. 1 2 3. ഞാൻ ഫസ്റ്റ് തന്നെ ചാവാൻ പോയിക്കാം. ഹേബേലുണ്ടായോണ്ട് രക്ഷപ്പെട്ടു. പിക്കാക്സിനോട് തല്ലല്ലേ.
അങ്ങനെ ബെസ്റ്റ് കേസ് പിക്കാക്സ് കിട്ടി. സ്റ്റിക്കുണ്ട്. സ്റ്റിക്കിന് ഡ്യൂറബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നേരെടുത്ത് കേസ് ഈ ഒരു പൂവ് കുഴിച്ചിടാണ്ട് നമുക്ക് പോയി നമ്മുടെ വുഡ് കളക്ട് ചെയ്തേ ന്യൂ പിക്കാക്സ്. എത്താറില്ല, തുടക്കത്തിൽ തന്നെ പിക്കാക്സും പൊട്ടി ചാവാനും നിന്നു. ഭാഗ്യമില്ല കേസ്. വീഡിയോൻ്റെ തുടക്കത്തിന് എന്താ സംഭവിച്ച് അതല്ല സംഭവിച്ച കാര്യമൊക്കെ വെക്കണോണ്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ ഒരു തലയിൽ വെച്ച് പോകുകയും ചെയ്തു. അന്നിപ്പോൾ പായാനും കഴിച്ചില്ല. അവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വേം ഫുഡ് അല്ലെങ്കിൽ അപ്പം ചാവും. നമുക്ക് കുറച്ച് ഇത് ഉണ്ടാക്കാം. എത്ര ഉണ്ടാക്കാൻ കഴിച്ചു? 66 എത്രണ്ണോ ഉണ്ടാക്കി. 25 ഒറ്റേ ബാക്കി ഇത് 51 ഉണ്ടാക്കാം. തുടക്കത്തിൻ്റെ പല ഇതിനെ ചീറ്റിങ് ഒന്നും എടുത്തില്ല. ഫുള്ള് കണ്ടിട്ടുണ്ട്. ഒരു എഡിറ്റിനും അതുവരെ ചെയ്തില്ല. പിന്നെ വേമ്പാ അത് താവാത്ത ഈ 51 തൊട്ട് അവിടെ നിൽക്കും വേണല്ലേ. നമുക്ക് ഒബ്സിഡിയൻ കിട്ടി. അതിനോട് ഇപ്പോഴത്തെ കാര്യം ഞാൻ ആണെങ്കിൽ ഒരു പിക്കാക്സ് ഉണ്ടാക്കാൻ നോക്കട്ടെ. നമുക്ക് ഇതിന് വേണമല്ലോ, സ്റ്റോൺ ഏജൊക്കെ ആവണം. അപ്പം നല്ലതൊക്കെ ഇവിടെ കിട്ടും. ഒരു കാര്യം പറയട്ടെ, അയ്യോ ഫുഡ് കഴിച്ചില്ല. ഇവിടെ നല്ലൊരു വലിയ കേവൊക്കെയാണ്. നല്ല കേവ്. ഇവിടെ അയണും ഇതൊക്കെ ഉണ്ട്. വെള്ളത്തിക്കൊക്കെ ചാടാം. വെള്ളവും ഉണ്ട് അവിടെ. അതല്ല നമുക്കിപ്പോൾ ഒരു വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കാം കേട്ടോ. വാട്ടർ ബക്കറ്റ് അതിന് ഞാൻ ആൺകുളത്തിന് വന്നത്. ഇനി നമുക്ക് നേരെ പോകാം. വെള്ളം ഓടിയോ ഞാൻ കണ്ടിരുന്നല്ലോ. അതവിടെ വെള്ളം. ഞാൻ നേരെ പോയി അവിടെ എല്ലാം വെള്ളം എടുത്തു. പിന്നെ അധികം വിചാരിച്ചണ്ട. അല്ല ബ്രീത്തിങ് നോക്കണം. ബ്രീത്തിങ് എടുത്ത് തുടക്കത്തന്നെ ആരും ചാവുമോ ഗൈസ്? ഇതിനാ കാര്യങ്ങളൊക്കെ നല്ല സ്ലോ ആയിരിക്കും ചെയ്യുമ്പോൾ. അങ്ങനെ വെള്ളം എടുക്കുക. അയ്യോ ചൊടഞ്ഞു വെച്ച് ഒരു മണ്ടൻ. അയ്യോ ഗൈസ്, നമുക്ക് നേരെ കുറച്ച് സ്റ്റോണേജിലേക്കാവാം. ഒരു വുഡ് പോലും പൊട്ടിച്ചെടുക്കാതെ ഗൈസ് ഞാൻ അങ്ങോട്ട് വന്നേ. ഒരു മണ്ടനാണ്. ഇപ്പം ചാവും. എന്നെങ്കിൽ നേരെ മൂക്ക് പോകണം. നേരെ മൂക്ക് പോവാം. നേരെ മൂക്ക് പോവാം. അത് പറയട്ടെ. ഇപ്പം ചാവും ഞാൻ. അതിൻ്റെ തുടക്കത്തന്നെ ആരും ചാവരുത് കേട്ടോ. മെയിൻ ആൾക്കാരാ. വീഡിയോ എടുക്കും, ചാവും. ഞാൻ ഒട്ടു പോയിക്കോളും ഗൈസ്. അത് സോംബികളില്ലേ ഇടയ്ക്ക് ഇറങ്ങി. ഇവർക്ക് കളത്തിലിറങ്ങി ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങോട്ട് വെച്ചാൽ അയ്യോ ഇങ്ങോട്ട് വെച്ചാച്ച് കയറാൻ കഴിച്ചോ? കയറാൻ കഴിച്ചില്ല. വേറെ എവിടേക്കെങ്കിലും വെച്ചാ ഇപ്പം എനിക്കിപ്പോൾ ഇങ്ങനെ എതിർക്കാൻ കഴിച്ചു. അയ്യോ വെള്ളം എടുക്കാൻ കഴിച്ചില്ലല്ലോ. ശാകപ്പെട്ടത് എന്തൊരു ഗെയിമാണാവത്.
അതിലേക്കൊന്ന് കളിച്ചാൽ നോക്കുമ്പോൾ വെള്ളം കിട്ടി. ഇനി വെറുതെ നമുക്ക് ഈ അരു കൂടെ അങ്ങനെ പോയിക്കാണ്ടേ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്കിതാ ഈ ഒരു ഭാഗത്ത് പറ്റി നട്ടു. അയ്യോ വെള്ളം പോന്ന് ഒരു നേരെ ഒരൊറ്റ ചാട്ടം. രാവിലെ ആവും ഇപ്പം. അയ്യോ സോംബി വിളിക്കച്ച് സോംബിയേ. ഇനിയിപ്പോൾ അങ്ങോട്ട് വെള്ളം ഒഴിക്കണം, വെള്ളത്തിൽക്കൂടെ പോകണം. ഇതിന് പായാണ് വേണ്ടത്. നേരെ ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ചല്ല, ഒരു ബെഡ് എടുത്ത് വന്നാൽ അത്രയും നല്ലതായിരുന്നു. ഇതവിടെ ഒരു വില്ലേജ് കാണുന്നുണ്ട്, അവിടെ ഒരു വീട് കാണുന്നുണ്ട്. ഇവിടെ ബെഡ് ഉണ്ടാവുമായിരിക്കും. ഇവിടുത്തെ ബെഡ് പൊട്ടിക്ക്. ഓർമ്മ സമാധാനമായി ഗേസ്. അതാണ് ഇത് പണി പറ്റീനേന്ന് അറിയും. അപ്പോൾ ഗേസ് ഞാൻ സ്റ്റോറേജൊക്കെ മാറ്റാം. സ്റ്റോറേജൊക്കെ മാറാം. ഈ സൈഡിൽ സ്റ്റോറേജ് പലതും പറയും. സ്റ്റോറേജൊക്കെ ആയിക്കോട്ടെ. പിന്നെ നമുക്ക് ഇപ്പോൾ സ്റ്റോൺ വേഗം കിട്ടുന്ന ഒരു ഭാഗത്ത് പോയേക്കാം. അതിന് മറ്റേതാക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റോണേജാ. ഈ സീഡ് നല്ല കിണ്ണ സീഡാണ് ഗൈസ്. ഈ സീഡ് ഞങ്ങൾക്ക് ഈ വീഡിയോ എൻ്റെ വന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സീഡ്. ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട്. കീവൊക്കെ എത്രങ്ങാനും ഉണ്ട് ഗൈസ്. ഈ ഉറപ്പ് തന്നെ നല്ല അടിപൊളിയായിരിക്കും സീരീസ്. കാരണം ഒരു വുഡ് പോലും പൊട്ടില്ല. അത് വെച്ച് കുറച്ച് അയൺ ഇങ്കറ്റ് കിട്ടിയത്. അയണൊക്കെ മൈൻഡ് ചെയ്യണം. അങ്ങനെ നല്ല സ്റ്റോണേജ് ആവട്ടെ. ഏരെണ്ണ എനിക്ക് 9 ടോട്ടൽ വേണ്ടത്. 9 തന്നെ. അവിടെ കോളും കിട്ടി കേസ്. അടിപൊളി 9 ആയിട്ടുണ്ട്. നമുക്ക് മുകളിലേക്ക് കയറി പോകാം. ഇങ്ങോട്ട് കയറിയത് ഇവിടെ നല്ല സുഖമായിട്ട് കയറണം. ആരുടെ പശുണ്ടോ അവൻ്റെ മുട്ട് വന്ന് എൻ്റെ തൊള്ളാക്കണ്. പശുവോട് നമുക്ക് ഇനി കുറച്ച് MLG ഒക്കെ ചെയ്യാം ഗൈസ്. കിട്ടുന്ന MLG അത് ഡാമേജ് എടുത്ത് MLG ചെജ്ജു. ഞാൻ ചെജ്ജൂലേ? അല്ല പിന്നെ ആരെ എല്ലാത്തിനും ഞാൻ വേണം. ഞാൻ വേറൊരാളുടെ എത്തിനും പറ്റൂല. അല്ല ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ അടുത്ത് വന്നിട്ട് അത്ര കാര്യം വുഡില്ലല്ലോ. ഇതും പൊട്ടിച്ചാണ് പോയിക്കോ. എത്ര വുഡ്? കുറച്ച് വുഡാണ് പൊട്ടിച്ച. ഇതങ്ങനെ ഞാൻ നക്കാതെ ഇതാവാണല്ലോ. സമാധാനമായി. ഉള്ള ഗ്ലിച്ചാണ് ഈ ഗെയിമായത്. എന്തൊക്കെയോ ആകുന്നു. വുഡ് ഊടിയുള്ളൂ, വേറെ ഊടിയില്ല. ഇപ്പം വുഡാ വേണ്ടതാ. വുഡ് ട്രീസ് വേണം. ഞാൻ കഴിഞ്ഞ സീരീസ് ഏത് സീരീസ് ആകെ 2ാമത്തെ വീഡിയോയാണ് എൻ്റെ ചാനലിൽ. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ തൽക്കാലത്തിന് ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ വെച്ച് അതിൻ്റെ പേയാണ്. അപ്പം എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ബൈ.